എനിക്ക് ഈ ലൈറ്റിംഗ് കൂടെ അടിച്ചിട്ടേ നിങ്ങളൊന്നും മര്യാദയ്ക്ക് മുഖം കാണാൻ കഴിയുന്നില്ല. അത് ഞാൻ ഇങ്ങനെ നോക്കിയത്. ഹണി, വളരെ സന്തോഷമുള്ള മുഹൂർത്തത്തിലാണ് നമ്മളല്ലേ? ഭയങ്കര സന്തോഷം ചേട്ടാ, ഒത്തിരി സന്തോഷം. കാരണം നമ്മുടെ റേച്ചൽ മൂവി 12-ാം തീയതി റിലീസ് വരികയാണ്. ആൻഡ് ഞങ്ങളുടെ ഇൻവൈറ്റ് സ്വീകരിച്ചത് അത്രയും സ്നേഹത്തോടെ നിങ്ങളിവിടെ എത്തിച്ചേർന്നതിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു. പടം എനിക്ക് തോന്നുന്നു കുറച്ച് നേരമായിട്ട് നമ്മളതിനെ പടത്തെ പറ്റി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്യൂട്ടിഫുൾ ആയിട്ട് സിനിമ വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടൊരു ടൈറ്റിൽ കഥാപാത്രം ചെയ്യുകയാണ്. ഒരു ഇറച്ചി വെട്ടുകാരിയായിട്ട് വരുന്ന സിനിമയാണ് റേച്ചൽ. വളരെ ശക്തമായിട്ടുള്ള കുറേ ലേയേഴ്സും ഷെയ്ഡ്സും ഒക്കെയുള്ള, ഇതുവരെയും ഞാൻ ചെയ്തു എന്നല്ല, മലയാള സിനിമയിൽ നമ്മളിങ്ങനെ ഒരു കഥാപാത്രമോ അല്ലെങ്കിൽ കഥാപശ്ചാത്തലമോ ഒന്നും കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാൻ കഴിയും. അത്രയും വ്യത്യസ്തമായ ഒരു സിനിമയാണ്. ഒരു 1970s ഒരു കാലഘട്ടം പറയുന്ന സിനിമ. അപ്പോൾ അതിൻ്റെ കഥാപാത്രങ്ങളൊക്കെ അത്രയും റിയലിസ്റ്റിക് ആയിട്ടും റോ ആയിട്ടും ഭയങ്കര ഒതൻറ്റിക് ആയിട്ടാണ് എടുത്തു വെച്ചിരിക്കുന്നത്. വിഷ്വലിയൊക്കെ നമ്മൾ എടുത്തു വെച്ചേക്കുന്നതും അങ്ങനെയാണ് മൂവി. ഒരു ഫുൾ ഓൺ എൻ്റർടൈനർ തന്നെ ആയിരിക്കും ഈ സിനിമ. ആൻഡ് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് പക്കാ. നിങ്ങൾക്ക് തിയേറ്ററിൽ പോയിരിക്കുമ്പോൾ ഇനി എന്താണ് സംഭവിക്കുന്നത്, ആരാണ് എന്താണെന്നൊക്കെയുള്ള ഒരു എക്സൈറ്റ്മെൻറ്റോട് കൂടി കണ്ടിരിക്കാൻ കഴിയുന്ന റിവെഞ്ച് ആൻഡ് ആക്ഷനൊക്കെ പ്രാധാന്യം നൽകിയിട്ടുള്ള ഒരു സിനിമയായിരിക്കും റേച്ചൽ. ചേട്ടൻ പോയാ? ഓ, ഫോണുകളാണോ? ശരി ശരി. ലാലിക്ക് എപ്പോഴും അങ്ങനെയുള്ള ഒരു കാര്യത്തിനുള്ള 100 കാര്യം ഹാൻഡിൽ ചെയ്യാനാണ് അറിയാവുന്നത്. ആൻഡ് ഈ സിനിമയിലേക്ക് വന്നതും അല്ലെങ്കിൽ ഈ സിനിമയുടെ കഥാപാത്രത്തെ കുറിച്ചൊക്കെ ഞങ്ങൾ ഒരുപാട് സംസാരിച്ചു കഴിഞ്ഞു. എന്നിരുന്നാലും ഇത് തിയേറ്ററിലേക്ക് എത്തുമ്പോൾ ഹണീനെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ എക്സൈറ്റിംഗ് ഫാക്ടർ എന്തായിരിക്കും എന്ന് ചോദിച്ചാൽ എന്താ മറുപടി പറയാനുള്ളത്? ഒരു ഫാക്ടർ എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ദ ഹോൾ മൂവി തന്നെ എനിക്ക് പറയേണ്ടി വരും. കാരണം ഞാൻ ഈ സിനിമയുടെ ഹണി ചേച്ചിയുടെ ഫ്രണ്ട്സ് അവിടെ ഉണ്ട്, ഒരു ഹായ് പറയാൻ പറഞ്ഞു. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ ഞങ്ങളെ? അശോ, ഇപ്പോ ട്രെയിലർ ഇഷ്ടായോ? ഇഷ്ടായി? എന്തോ തിരുവനന്തപുരം സംസാരിച്ചിട്ട് ഓടി വരാം. ശരി, ഹായ് ഹായ്. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞിട്ടിരുന്നേ? ഈ സിനിമയിൽ ഒരു എക്സൈറ്റിംഗ് പറ്റി. അതെ അതെ. അപ്പൊ ഒരു ഫാക്ടർ ഒന്നും പറയാൻ പറ്റില്ല. ആനന്ദിനിയാണ് മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്നത്. ആനന്ദിനിയുടെ ഡെബ്യൂ മൂവിയാണ്. രാഹുൽ മണപ്പാട്ട്, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ഇത്രയും ദിവസം ഞങ്ങളുടെ പ്രൊമോഷൻ പോയിട്ടും ഫസ്റ്റ് ടൈമാണ് ഞങ്ങളൊന്ന് കാണാൻ കിട്ടുന്നത് ഷൂട്ടിൻ്റെ ടൈം കഴിഞ്ഞിട്ട്. ഒത്തിരി സന്തോഷം. അദ്ദേഹം എഴുതിയ ഒരു കുഞ്ഞി പയ്യനാണ്, കാണുന്ന പോലത്തെ അത്രയും ഏജൊന്നും ഇല്ല, കൊച്ചു പയ്യനാണ്. അദ്ദേഹം എഴുതി ഒത്തിരി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. അതാണ് പിന്നീട് ഒരു മൂവിയായിട്ട് എന്താ പറയുക നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തത്. ആൻഡ് അതിലെ കഥാപാത്രങ്ങളൊക്കെ അത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള കഥാപാത്രങ്ങളാണ്. നമ്മൾ ഇദ്ദേഹം തന്നെ എഴുതിയതാണോ എന്ന് പോലും നമ്മൾ ചിന്തിച്ച് പോകുന്ന രീതിയിലുള്ള ഒരു സ്റ്റോറി ആയിരുന്നു അത്. ആൻഡ് അത് ബ്യൂട്ടിഫുള്ളി ഒരു സിനിമയായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ ആനന്ദിനിക്കും കഴിഞ്ഞിട്ടുണ്ട്. ആൻഡ് രാഹുലും ഷൈൻ സാറും ചേർന്നിട്ടാണ് അതിൻ്റെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഷൈൻ സാറിനെ പോലെ അത്രയും പ്രഗത്ഭനായ എക്സ്പീരിയൻസ് ഉള്ള ഒരു ഡയറക്ടർ നമ്മൾക്ക് എല്ലാവർക്കും ഒരു ഹ്യൂജ് സപ്പോർട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസ് ത്രൂ ഔട്ട് ഫ്രം ദ ബിഗിനിങ് ടു ടിൽ ദ എൻഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ എനിക്ക് തോന്നുന്നു ആക്ടിങ്ങിൻ്റെ കാര്യത്തിലായാലും ഡയലോഗ് ഡെലിവറിയുടെ കാര്യത്തിലായാലും ഒക്കെ അദ്ദേഹം ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. പിന്നെ ഈ പറഞ്ഞതുപോലെ ആദ്യത്തെ ഒരു വനിതാ സംവിധായികയുടെ കൂടെയുള്ള ഒരു വർക്കാണ് റേച്ചൽ. ഇതിനു മുമ്പ് പലരും ഈ ഇൻഡസ്ട്രിയിലേക്ക് വരാൻ ശ്രമിക്കുന്നതും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അതൊരു ഹ്യൂജ് ടാസ്ക്കാണ്, പ്രത്യേകിച്ചും ഒരു സ്ത്രീക്ക് മുമ്പോട്ട് വരാനായിട്ട്. ആൻഡ് അത് എന്താ പറയുക, അതിൽ ആനന്ദിനി വിജയിച്ചു എന്ന് തന്നെ പറയാം. അത് ഇത്രയും എന്താ പറയുക സ്ട്രോങ് ആയിട്ടുള്ള ഒരു സിനിമ എടുത്തുകൊണ്ട് മുമ്പോട്ട് വന്നു. ആൻഡ് അത് ബ്യൂട്ടിഫുൾ ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തു എന്നൊക്കെ ഉള്ളത് നമ്മൾക്ക് ആനന്ദിനിയുടെ ഒരു ധൈര്യം തന്നെയാണ്. അതിനെ കൺഗ്രാജുലേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പം ഒരു ഡയറക്ടർ, ഒരു പ്രൊഡ്യൂസർ, ആക്ട്രസ് എല്ലാവരും സ്ത്രീകളാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഒരു സ്ത്രീപക്ഷ സിനിമ അല്ല എന്നുള്ളതാണ്. അങ്ങനെ തന്നെയല്ലേ? തീർച്ചയായിട്ടും അത് സ്ത്രീപക്ഷ സിനിമ എന്നുള്ളതല്ല. ഇതൊരു എന്താ പറയുക, അങ്ങനെ ഒരു ടാഗ് ലൈൻ ഇതിന് കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ ഒരു പുരുഷൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ നമ്മൾ ഒരു പുരുഷൻ ഡയറക്റ്റ് ചെയ്ത സിനിമ വരുന്നതെന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. ഇല്ല, കാരണം ഇക്വാളിറ്റി എന്ന് പറയുന്നത് എന്താ പറയുക, സ്ത്രീ എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും ആ ടാഗ് ലൈൻ എടുത്ത് ഗ്ലോറിഫൈ ചെയ്യേണ്ട ഒരു വിഷയമല്ല. പുരുഷൻ ചെയ്യുന്നത് പോലെ തന്നെ സ്ത്രീയും ഇവിടെ സിനിമകൾ ചെയ്യണം. അതിനുള്ള സ്പേസ് ഉണ്ട്. അങ്ങനെ നല്ല സിനിമകൾ വരണം. അതപ്പോൾ ഒരു സൈഡ് മാത്രം ഗ്ലോറിഫൈ ചെയ്ത് പറയേണ്ട കാര്യമില്ല. ഇതൊരു ബ്യൂട്ടിഫുൾ സിനിമയാണ്. നിങ്ങൾക്ക് 100% സാറ്റിസ്ഫാക്ഷൻ തരുന്ന ഒരു സിനിമയാണ് റേച്ചൽ. അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഒരു ടാഗ് ലൈൻ്റെ ആവശ്യമില്ല. അങ്ങനെ പറയും സ്ത്രീപക്ഷ സിനിമ അല്ല എന്ന് പറയുന്നില്ല ഹണി. എല്ലാവരും ഈ പറഞ്ഞ പോലെ പുരുഷപക്ഷമില്ല, സ്ത്രീപക്ഷമില്ല. ഇതൊരു സിനിമയാണ്. ഫാമിലിക്ക് മുമ്പിൽ നമ്മൾ അവതരിപ്പിക്കുന്ന സിനിമയാണ് റേച്ചൽ. അപ്പം നമുക്ക് നമ്മുടെ
പ്രൊഡ്യൂസറെ കൂടെ ഒന്ന് വിളിക്കണമല്ലോ. അതെ, അതെ. മഞ്ജു കൂടെ ഈ സമയത്ത് സ്റ്റേജിൽ വേണ്ട. മഞ്ജു ബാദുഷയെ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ രണ്ടുപേരും ഒന്ന് സ്റ്റേജിലേക്ക് ക്ഷണിക്കാം. രണ്ടുപേരും. അണി ഇതുവരെ സ്ക്രിപ്റ്റ് റൈറ്ററെ കണ്ടില്ലായിരുന്നു അല്ലേ? ഞാൻ ആ സിനിമ ഡയറക്റ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിനെ കണ്ടതാണ്. ഇടയ്ക്ക് അവിടെയൊക്കെ കാണാറുണ്ട്. പിന്നെ ഒരു പോക്കങ്ങ് പോയി. ഇനിയിപ്പോ ഇത്രയും ദിവസം, എത്ര ദിവസമായി, 10-15 ദിവസം ഞങ്ങൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ ഒരു പൊടി പോലും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴാണ് അറിയുന്നത് പേടിച്ചിട്ടാണെന്ന്. പേടിച്ചിട്ടാണോ? ചുമ്മാ നിങ്ങൾ തള്ളിയതാണ്. പക്ഷെ ഹണി നമ്മുടെ നാട്ടുകാരനാണ് എന്ന് വെച്ചാൽ ഈ നാട്ടുകാരനായ ഒരാളാണ് ഇനി അടുത്തത് നമുക്ക് പരിചയപ്പെടുത്താനുള്ളത്. അതെ, അതൊരു അതാണ്, പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എങ്കിലും പറയണ്ടേ? പറയണമെന്നേ ഉള്ളൂ. എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ ഓടിക്കളിച്ച് വളർന്നു നടന്ന ഒരാളെന്ന് തന്നെ പറയേണ്ടി വരും അല്ലെ റോഷ? അങ്ങനെയല്ലേ പറയേണ്ടത്? അപ്പം നാട്ടുകാരുടെ മുമ്പിൽ ഒരു അഭിനേതാവിനെ അല്ലെങ്കിൽ ഏതൊരു കലാകാരനെ സംബന്ധിച്ചും സ്വന്തം നാട്ടുകാരുടെ മുമ്പിൽ ഒന്ന് നിൽക്കുമ്പോൾ അവരുടെ കയ്യിൽ നിന്ന് ഒരു കയ്യടി വാങ്ങുമ്പോൾ കിട്ടുന്ന ഒരു അഭിമാനം എന്ന് പറയുന്നത് വേറെ ലെവലാണ്. അപ്പൊ അലിക്ക, അടുത്തത് തീർച്ചയായിട്ടും റേച്ചലിന്റെ സ്വന്തം നിക്കോളാസ്. അതെ, റേച്ചലിന്റെ സ്വന്തം. പ്രേമിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ച നിക്കോളാസിനോട് ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അപ്പൊ നമ്മുടെ സ്വന്തം, നിങ്ങളുടെ സ്വന്തം, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട റോഷൻ ഒരു കൈയടി കൊടുക്കാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമുണ്ടോ? ദൃശ്യം സിനിമയിൽ നിന്ന് മുങ്ങിയതാണ്, ഇവിടെയാണ് പൊങ്ങിയിരിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ കമന്റ് കണ്ടത് അതാണ്. ഞാനും അല്ലെങ്കിൽ സംസാരിക്കായിരുന്നു, ദൃശ്യത്തിൽ മുങ്ങിയ വരുൺ മരിച്ചിട്ടില്ല, റേച്ചലിലൂടെ വീണ്ടും വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷെ വരുൺ ആയിട്ടല്ല, നിക്കോളാസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. പറയൂ റോഷൻ, എന്തൊക്കെയാണ്? എല്ലാവർക്കും നമസ്കാരം. ഭയങ്കര സന്തോഷം. കാരണം എൻ്റെ നാട് കുറ്റ്യാടിയാണ്. നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും. ഞാൻ പഠിച്ചത് വട്ടോളിയാണ്. തൊട്ടപ്പുറം 1 കിലോമീറ്റർ അപ്പുറമുള്ള സ്റ്റേഷനിലാണ് ഞാൻ പഠിച്ചത്. കക്കട്ട് എന്നെല്ലാം പറയുന്നത് ഇവിടെ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന, വട്ടോളി പഠിക്കുന്ന സമയത്ത് ഇവിടെ വന്നിട്ട് സന്തോഷ് ബേക്കറി ഉണ്ട് വട്ടോളി. അവിടെ പപ്സ് കിട്ടിയില്ലെങ്കിൽ, ഉച്ചയ്ക്ക് പപ്സ് കിട്ടിയില്ലെങ്കിൽ ഇവിടുന്ന് ഞങ്ങൾ അവിടുന്ന് ഓട്ടോറിക്ഷ എടുത്തിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ പപ്സ് കഴിക്കുമായിരുന്നു. അപ്പോൾ ഒരുപാട് മെമ്മറീസാണ് കക്കട്ടിൽ വരുമ്പം. ഇത്രയും ജനങ്ങൾ നമ്മളെ കാത്തിരിക്കും എന്ന് പറഞ്ഞതിൽ ഒരുപാട് സന്തോഷം. റിയലി ഹോണർ. എൻ്റെ ഫാമിലി എല്ലാവരും ഇവിടെ ഉണ്ട്. നിങ്ങളുടെയൊക്കെ മുന്നിൽ ഒരു വലിയൊരു സിനിമയുടെ വിശേഷമായിട്ട് വരാൻ പറ്റിയതിൽ ഡബിൾ സന്തോഷം. എന്തായാലും നമ്മുടെ റേച്ചൽ, മഞ്ജു ചേച്ചി, പിന്നെ നമ്മുടെ റൈറ്റർ രാഹുൽ, ഇവരുടെ കൂടെയൊക്കെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയതിലും വളരെ സന്തോഷം. രാഹുലിന് എനിക്ക് തോന്നുന്നു, ഞങ്ങളന്ന് ക്ലൈമാക്സ് ഷൂട്ട് ചെയ്ത് പോയിട്ട് പിന്നെ കാണുന്നത് ഇന്നാണ്. കാരണം ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ പല സ്ഥലങ്ങളിലും പ്രൊമോഷനിൽ പോയിട്ടുണ്ടെങ്കിലും രാഹുൽ പല സ്ഥലങ്ങളിലും പല കാര്യവും പറഞ്ഞ് മുങ്ങിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇനി അങ്ങോട്ട് നമ്മളുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിക്കും അല്ലേ? അപ്പം സിനിമ എന്തായാലും 12-ന് ഇറങ്ങുകയാണ്. ഒരുപാട് പ്രതീക്ഷയുള്ള സിനിമയാണ്. ഞങ്ങളെല്ലാവരും ഒരുപാട് കഷ്ടപ്പെട്ട് പ്രയത്നിച്ചൊരു സിനിമ കൂടിയാണ്. ഇവിടെ വേറൊരാളോടുണ്ടല്ലോ ഇതേ നിൽക്കുന്നത്, നമ്മുടെ എക്സിക്യൂട്ടീവ് പ്രിജിൻ ഭായ്. അപ്പോൾ ഒരുപാട് സപ്പോർട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും 12-ന് നിങ്ങളെല്ലാവരും സിനിമ കാണണം. ഈ സ്നേഹം അവിടെയും കാണിക്കണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും അവിടെ നമ്മൾ അറിയിക്കണം. റിയലി താങ്ക്ഫുൾ. പപ്സ് തിന്നാൻ ഓട്ടോ വിളിച്ചിവിടെ വന്നു. ഞങ്ങൾ ഇവിടെ വന്നു, ഞങ്ങൾക്ക് പപ്സ് ഇല്ലേ? നിങ്ങൾക്ക് അടിപൊളി ബിരിയാണി തരാം. അതെ, ചോദിക്കണമല്ലോ. നമ്മളെല്ലാവരെയും റോഷന്റെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അതല്ലേ? നമ്മളെ മാത്രം എല്ലാവരെയും എങ്ങനെയാ ഒന്ന് കറക്റ്റ് പറയണം അല്ലേ? പിന്നെ തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ റോഷ, എന്തായാലും ഈ ക്രൗഡ് കാണുമ്പോൾ തന്നെ അറിയാം, നമ്മുടെ ഈ ഗ്രാമത്തിൽ ഈ ക്രൗഡ് കാണുമ്പോൾ തന്നെ നമ്മുടെ സിനിമ എത്രമാത്രം സ്നേഹിക്കുന്നു. ഈ സമയമായിട്ടും 6 മണി തൊട്ട് ഈ ആളുകൾ ഇവിടെ നിൽക്കുകയാണ് നമുക്ക് വേണ്ടി. 4 മണി മുതലല്ലേ? 4 മണി മുതൽ നമ്മുടെ സന്തോഷ് സൂര്യാണ് പറഞ്ഞത്, നമ്മുടെ പ്രോഗ്രാം എല്ലാം ഇവിടെ ഏൽപ്പിച്ച അദ്ദേഹം തന്നെ 4 മണി തൊട്ടുണ്ടല്ലേ. അതാണ് ഈ സിനിമയോടുള്ള സ്നേഹം, ആ നാട്ടുകാരുള്ള സ്നേഹം. നമുക്ക് മനോഹരമായ നമ്മുടെ സിനിമയുടെ ഒരു ഗാനം കാണിക്കാം ആദ്യം അല്ലേ? നമ്മുടെ ഒരു സോങ് നമുക്കൊന്ന് കാണാം. ഇവർ രണ്ടുപേരും ചേർന്ന് അഭിനയിച്ച സോങ്. ലാഗ് ചെയ്യാതെ ഒന്ന് സ്പീഡാക്കണേ പ്ലീസ്. പാട്ടൊന്ന് പ്ലേ ചെയ്യാമോ?
റെഡി അല്ലേ?